സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു സദ്യയാണ്. സദ്യ എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ രാജസ്ഥാനിലുള്ള സദ്യയാണ്. അതിന്റെ പേര് ഇതിന് ടിൻഡ എന്നാണ് പറയുന്നത്. ഹിന്ദിയിൽ മാർവാടിയിൽ ടിൻഡ എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ അതിന് ആപ്പിൾ ആപ്പിൾ ഗോഡ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇത് ഗോഡ് ഫാമിലിപ്പെട്ടതാണ്. ഇത് സയന്റിഫിക് നെയിം എന്നാണ് ബെനിൻകാസ ഫിസ്റ്റുലോസ, അങ്ങനെയാണ് പറയുന്നത്. നോർത്ത് ഇന്ത്യയിൽ ഇത് ഭയങ്കര കോമൺ ആണ്, പ്രത്യേകിച്ച് രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന, പിന്നെ പാകിസ്ഥാന്റെ ആ ഏരിയകളിലൊക്കെ. അപ്പോൾ അവിടെ അധികം വിലയില്ലാത്തൊരു പച്ചക്കറിയാണ്. നമ്മുടെ നാട്ടിൽ പഴയ ചക്കട സ്ഥാനം അതേ സ്ഥാനം തന്നെയാണ്. ഈസിലി അവൈലബിൾ ആണ് എല്ലായിടത്തും. ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വില കുറവുണ്ട്. ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടന്റ് എന്നുള്ള പറയണം. അപ്പൊ അതാണ് ഇതിന്റെ അവൈലബിലിറ്റിനെ പറ്റി പറയാനുള്ളത്. പിന്നെ അത് ബ്ലാൻഡ് ടേസ്റ്റ് ആണ്. നമ്മുടെ നാട്ടിലെ ചൊരക്കട പോലെയൊക്കെ തന്നെയാണ് ടേസ്റ്റ്. പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല. നമ്മൾ എന്ത് മസാല ആ ടേസ്റ്റ് തന്നെയായിട്ട് വരും. പിന്നെ ഇത് കറി, സ്റ്റൂ, സ്റ്റിർ ഫ്രൈ, അച്ചാറൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മോസ്റ്റ് കോമണീസ് എന്ന് പറഞ്ഞാൽ ഇത് ചെറിയ സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ട് മസാല തേച്ചിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കാം. പിന്നെ ഇതിന്റെ ബെനിഫിറ്റ് പറയുകയാണെങ്കിൽ 90% വെള്ളമാണ്. പിന്നെ ഫൈബർ കണ്ടവനുണ്ട്, വിറ്റാമിൻസ് എ, ബി, സി ഉണ്ട്. പിന്നെ മിനറൽസ് പൊട്ടാഷ്യം, കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, സിങ്ക്, അയൺ, മാംഗനീസ്, പിന്നെ കരാട്ടനോയിഡ് ഉണ്ട്, ലുട്ടൈനും സിയാസാന്തിനും. അപ്പൊ കണ്ണിന്റെ കാഴ്ചക്ക് നല്ലതാണ്. പിന്നെ കൃഷി ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ടെറസിലൊക്കെ നന്നായിട്ട് വളരും, ടെറസ് ഗാർഡനിങ്ങിലൊക്കെ. പിന്നെ സ്ലൈറ്റ്ലി അസിഡിക് ടു ന്യൂട്രൽ സോയിലിൽ നന്നായിട്ട് വളരും. കേരളത്തിന്റെ മണ്ണിന് പറ്റിയതാണ്. ഇപ്പൊ PH അവർ പറഞ്ഞ 5.5 to 7.5 പറയുന്നത്. പിന്നെ 60 മുതൽ 70 ദിവസം കൊണ്ട് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊക്കെയാണ് ഇതിനെ പറ്റി മൊത്തത്തിൽ പറയാനുള്ളത്. വേണമെങ്കിൽ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇതാണ് കട്ട് ചെയ്ത് വെച്ചേക്കണത്. നല്ല വെള്ളയാണ്, അകത്ത് സീഡ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ സീഡ്സ് ഒക്കെ ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും കേട്ടോ, ആമസോണിലൊക്കെ. ഏതായാലും ഞാൻ ടേസ്റ്റും കൂടി ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി എൻ്റെ ടേസ്റ്റിൻ്റെ അഭിപ്രായം കൂടി പറയാം. സുഹൃത്തുക്കളെ, ഞാൻ ടേസ്റ്റ് നോക്കി. അപ്പോൾ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല. ഒരു ബ്ലാൻഡ് ടേസ്റ്റ് ആണ്. നമ്മുടെ ചെറുക്കരൊക്കെ പോലത്തെ ടേസ്റ്റ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ സ്പൈസ് ഇട്ട് ടേസ്റ്റ് കൊടുക്കണം, ആ ടേസ്റ്റ് വരും. ഇതൊക്കെയാണ് ആപ്പിൾ ഗോൾഡിൻ്റെ വിശേഷങ്ങൾ. എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മുടെ നാട്ടിലും വെച്ചുപിടിപ്പിക്കേണ്ടതാണ്. ഫുഡ് സെക്യൂരിറ്റിക്കും ജൈവ വൈവിധ്യത്തിനും ഒക്കെ അത്യന്താപേക്ഷിതമാണ്. പ്രത്യേകിച്ച് നല്ല ചൂടുള്ള കാലാവസ്ഥയിലൊക്കെ നന്നായിട്ട് വളരുന്നു. ഓക്കെ.